മോളെ നീ ഇങ്ങനെ കമന്റ് പഠിച്ച് മെസ്സേജ് അയച്ച് SMS അയച്ച് മിസ് കോളും വിട്ട് നീ നിന്റെ ജീവിതം മുഴുവനും തെരുവ് ദണ്ഡിയായി തൊലച്ചു കളയണ്ട. രാവിലെ ട്യൂഷന് വേണ്ടി ഇറങ്ങുന്ന 16കാരി വൈകുന്നേരം വീട്ടിലെത്തുന്നത് 6 മണിക്കാണ്. വാപ്പ ഗമയിലാണ്, എന്റെ മോള് ബിടെക്കിനാണ്, ഉമ്മ ഗമയിലാണ്, എന്റെ മകള് എംടെക്കിനാണ്, സഹോദരന്മാര് വമ്പിലാണ്, എന്റെ മകൾ എന്റെ പെങ്ങള് MCAക്കാണ്. എടാ നിന്റെ പെങ്ങള് രാവിലെ മുതൽ ഇറങ്ങിയിട്ട് നിസ്കരിക്കാത്ത പകലും അന്യപുരുഷന്മാരോട് കമന്റടിക്കുന്ന ജീവിതവും നാളെ എവിടെ എത്താനാണ്? ഈമാനിന്റെ സകലമുണ്ടെങ്കിൽ വിരിമാറിലൊന്ന് കൈവച്ചിട്ട് ആലോചിച്ചു നോക്കൂ. നമുക്കിപ്പോ അജണ്ടയൊന്നുമില്ല. ഈ ഭൗതികമായ താല്പര്യങ്ങളുടെ പേരിൽ ഗമനടിക്കാൻ നടക്കുന്നവർ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച വഴിയല്ല നമുക്ക് ഓർമ്മ. ഇപ്പൊ കണ്ടില്ലേ, ലോകത്ത് നിന്ന് ലക്ഷോപലക്ഷം ആളുകൾ പോവുകയാണ്. എവിടേക്കാണ് പോണത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് പോവാണ് മക്കയിലേക്ക്. മക്കയിൽ പോയിട്ട് എന്താ പണി? ഉംറയുടെ ഭാഗമാണെങ്കിലും ഹജ്ജിന്റെ ഭാഗമാണെങ്കിലും 3.5 കിലോമീറ്റർ നടക്കണം സഈൽ. എന്തിനാ നടക്കുന്നത് 3.5 കിലോമീറ്റർ? ഇന്ന സഫാ വൽ മർവത മിൻ ശാഇരില്ലാഹ്. സഫാ മർവ എന്നീ 2 കുന്നുകൾ അല്ലാഹുവിന്റെ അടയാളങ്ങളാണ്. അതിന്റെ ഇടയിൽ ഇന്ന സഫാ വൽ മർവത മിൻ ശാഇരില്ലാഹി ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ. ആ സഫാ മർവയ്ക്കിടയിൽ നീ അങ്ങോട്ടും ഇങ്ങോട്ടുമായി 7 തവണ നടക്കണം. എന്തിനാ നടക്കുന്നത്? ഈമാനുള്ള ഒരു ഉമ്മ നടന്ന വഴിയാണത്. അതുകൊണ്ട് നടക്കണേ ഹാജിയാരെ, അതുകൊണ്ട് നടക്കണേ ഉംറ ചെയ്യുന്നവരെ. 1000 കൊല്ലങ്ങൾക്കപ്പുറം ഈമാനുള്ള ഒരു ഉമ്മ നടന്ന വഴിയാണ്. അതുകൊണ്ട് നീ ഇന്ന് നടക്കണം. ആണും പെണ്ണും കുട്ടിയും വലുതും ഒക്കെ നടക്കണം. എന്താണ്? ഈമാനുള്ള ഒരു ഉമ്മാക്ക് നൽകിയ ബഹുമാനമാ ഉമ്മയാരാ? ഉമ്മു ഇസ്മായിൽ ഹാജർ അലൈഹസ്സലാം. ഹാജർ അലൈഹസ്സലാം എന്ന മഹദി നടന്ന വഴിയാ. എന്തിനാ? ഓമന മോൻ ദാഹിച്ച് വെള്ളത്തിന് വേണ്ടി നിലവിളിക്കുമ്പോ വെള്ളം ഉണ്ടോന്ന് നോക്കാൻ നടന്നതാ. പക്ഷേ അവിടെ വന്ന് താമസമായത് ഈമാനോടുകൂടി ആയതുകൊണ്ട് ആ നടത്തത്തിന് ബഹുമാനുണ്ട്. നാളെ മുതൽ വരുന്ന എല്ലാ ആളുകളും അത് ഓർത്തോളണം. ചില ആളുകൾ പറയും മഹാന്മാരെ ഓർക്കാൻ പാടില്ല, മഹാന്മാരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പോയി അനുഗ്രഹം എടുക്കാൻ പാടില്ല എന്ന്. ഹജ്ജിന്റെ വൽഹാസിൽ ആകത്തുക അതേ ഉള്ളൂ. എന്തിനാ കഅബാലയത്തെ തവാഫ് ചെയ്യുമ്പോ ആദ്യം ഹജറുൽ അസ്വദിന്റെ മൂലയെന്ന് തുടങ്ങുന്നേ? അള്ളാഹുവിന്റെ റസൂൽ മുത്തിയ കല്ല് അവിടെ ഇരിക്കുന്നോണ്ടാണ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോ കാണാൻ ഒരു സ്വർണ്ണക്കൂട്ടിനുള്ളിൽ ഒരു സാധനം ഇരിക്കുന്നു. ആളുകളെല്ലാം അതിന്റെ പിന്നീന്ന് നിസ്കരിക്കുന്നു. എന്താ കാരണം? അള്ളാഹ് പറഞ്ഞതാണ് അതിന്റെ പിന്നീന്ന് നിസ്കരിക്കാൻ. എന്താണ് ആ സാധനം? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാല് തട്ടിയ കാലടയാളമുള്ള കല്ലാണത്. അതിന്റെ പേര് മഖാമി ഇബ്രാഹിം എന്നാണ്. അതിന്റെ പിന്നീന്ന് നിസ്കരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞതാണ്. വത്തഖദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ലാന്ന്. അപ്പൊ അവിടെ പോയിട്ട് ഇബ്രാഹിം നബി ഓർത്തുകൂടാന്ന് പറഞ്ഞാൽ എന്തൊരു ദുരന്തമാണ്. അവിടെ പോയ ഹാജർ അലൈഹിസ്സലാമിനെ ഓർത്തുകൂടാന്ന് പറഞ്ഞാൽ എന്തൊരു ദുരന്തമാണ്. ഇതെല്ലാം കഴിഞ്ഞ് തവാഫ് ചെയ്ത് അല്പം ക്ഷീണിച്ച് 2 റക്അത്ത് നിസ്കരിച്ച് ദുആ എന്ന് വരുമ്പോ നീ സുന്നത്തായിട്ട് വെള്ളം കുടിക്കണം. ഏത് വെള്ളാ? പണ്ടൊരു കുഞ്ഞിന്റെ കാലിട്ടടിച്ചെടുത്ത് വന്ന വെള്ളമാ. ഏത് കുഞ്ഞാ അത്? ഇസ്മായിൽ നബി എന്ന അനുഗ്രഹീതനായ കുഞ്ഞാണത്. അതുകൊണ്ട് ആ ബറക്കത്തെടുത്ത വെള്ളം നീ കുടിക്കണം. അള്ളാഹ് റസൂലിന്റെ ബർക്കത്തും അതിലുണ്ട്. അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കിണറ്റിലേക്ക് തുപ്പിയിട്ടുള്ളതായി നമുക്ക് റിവായത്തുകളിൽ കാണാം. അപ്പൊ അമ്പിയാക്കന്മാരുടെ മുഴുവനും ബറക്കത്തുള്ള വെള്ളം കുടിക്കണം. ബറക്കത്തുള്ള സ്ഥലത്ത് നിൽക്കണം. ആ കുന്നുകൾക്കിടയിൽ നടക്കണം. ആ സ്ഥലങ്ങളെല്ലാം അനുഗ്രഹമെടുക്കാനുള്ള സ്ഥലങ്ങളാണ്. ആ ഇടങ്ങളെല്ലാം പവിത്രമായ സ്ഥലങ്ങളാണ്. കാരണം ഈമാനുള്ള ഒരു കുടുംബത്തിന്റെ ചരിത്രമാണ് കേട്ടോ. ആ ഈമാനുള്ള കുടുംബത്തെ നിങ്ങൾ ഏറ്റെടുക്കുമ്പോഴല്ലാതെ നിങ്ങളുടെ ഹജ്ജാകുന്നില്ല. അള്ളാഹ് നിശ്ചയിച്ച സമയത്ത് അള്ളാഹ് നിശ്ചയിച്ച രീതിയിൽ നിശ്ചിതമായ ചില സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നതിനാണ് ഹജ്ജ് എന്ന് പറയുക. അപ്പൊ അള്ളാഹ് നിശ്ചയിച്ച സമയമാകണം, അള്ളാഹ് നിശ്ചയിച്ച രീതിയിലാകണം, അള്ളാഹ് നിശ്ചയിച്ച സ്ഥലത്താകണം. ഇതിനാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മുഴുവനും മഹാന്മാരാണ്. ഇബ്രാഹിം നബിയുടെ നാട്, ആദം നബിയുടെ നാട്, ഹവ്വാ ബീവിയുടെ നാട്, അവർ രണ്ടും കണ്ടുമുട്ടിയ സ്ഥലം. ഇതൊക്കെയാണ് ചരിത്ര സ്ഥലങ്ങളായി നമ്മൾ ഹജ്ജിൽ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഈമാനോടെ ജീവിക്കണം. ഉമ്മമാരെ
മോഡേൺ ആൻഡ് പോസ്റ്റ് മോഡേൺ ആൻഡ് മോസ്റ്റ് മോഡേൺ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് നിന്റെ ദീന് മുഴുവനും പണയം വെച്ചിട്ട് നടക്കല്ല പെങ്ങളെ. നിനക്ക് അല്ലാഹുവിന്റെ മതം അറിയണം മോളെ. ആയിഷ ബീവിയുടെ പിൻഗാമിയായി എന്റെ മോൾ ഉണ്ടായിക്കോട്ടെ എന്ന് തീരുമാനിക്കാൻ വാപ്പായും ഉമ്മായും ഇല്ല. നഫീസത്തുൽ മിസ്രിയ അനുയായിയായിട്ട് എന്റെ പെങ്ങൾ എന്റെ മോൾ ഉണ്ടായിക്കോട്ടെ എന്ന് തീരുമാനിക്കാൻ ഇവിടെ ആളില്ല. അങ്ങനെ അള്ളാഹുവിന്റെ മതം ഏറ്റെടുക്കാനുള്ള ഉമ്മയും